Good morning, all. This call is now being Good recorded. morning, ma'am. Good morning, ma'am. Good morning. Prayer പറഞ്ഞോ കേട്ടോ. prayer ആരെങ്കിലും പ്രിപ്പയർഡ് ആണെങ്കിൽ പറഞ്ഞോ കേട്ടോ. Good morning, ma'am. Good morning, all. Prayer. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾക്കരുളേണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. മിന്നുന്നതെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നണം. ഇരുളിൽ ദീപമായി തെളിയണം, എന്നും തുണയായി നീ കൂടെ പോരണം. പാഠമെന്നും എളുപ്പമാകണം, ശീലങ്ങൾ നല്ലതാകണം. ഓക്കെ മാം, താങ്ക് യു. Signing and sort of screen. Thought of the day ഞാൻ പറയുന്നത്, the only way to do great work is to law that you do. മഹത്തായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരേ ഒരു വഴി നിങ്ങൾ ചെയ്യുന്നതിനെ സ്നേഹിക്കുക എന്നതാണ്. ലോ എന്നല്ല മാം, ലവ് എന്നാണ് കേട്ടോ അത്. Welcome to all. അഖില പറഞ്ഞോ. വെൽക്കം ടു ഓൾ ടു അവർ ന്യൂ സെഷൻ. നമ്മൾ ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ? അതെ, ഞാൻ ഇവിടെ വരെ പറഞ്ഞതൊന്ന് പറയാമോ? ഓർമ്മയുണ്ടോ ഇവിടെ വരെ പറഞ്ഞു നിർത്തിയെന്ന? 80ാമത്തെ പേജില് അതില് മറ്റേ ലാസ്റ്റിലത്തെ പാരഗ്രാഫ്, അതിന് മുകളിലത്തെ പാരഗ്രാഫ് വരെ പറഞ്ഞിരുന്നാന്ന് എന്റെ ഓർമ്മ. അപ്പോ നമ്മള് ഡോക്ടർ മോണ്ടിസോറിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡോക്ടർ മോണ്ടിസോറി എങ്ങനെയാണ് നമ്മള് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്, എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വന്നത് എന്നതിനെ കുറിച്ചിട്ട് ആണ് പറഞ്ഞത്. ഓക്കെ, മെന്റലി ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള കുറച്ച് കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സമയത്താണ് മോണ്ടിസോറിയുടെ മൈൻഡില് എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ വരാനുള്ള കാരണം എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അത് എന്താണ് അവർക്ക് സെൻസ് കുറവായതുകൊണ്ട് ഡൾനെസ് ഓഫ് സെൻസ് ആണ് എന്ന് മനസ്സിലാക്കി കുറച്ച് സെൻസറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർക്ക് വേണ്ടി ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മോണ്ടിസോറി ഒരു സെൻസറി ട്രെയിനിങ് ആർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, നോർമൽ കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് മോണ്ടിസോറി നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വരുന്നതും റിനൗണ്ട് ആസ് എഡ്യൂക്കേഷണലിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് മോണ്ടിസോറിയുടെ കാലശേഷമാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് ഈ ഒരു മെത്തേഡിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ കുട്ടികളെ അഡൽട്സിന്റെയും കമ്പാരിസൺ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എപ്പോഴും നമ്മളെപ്പോഴും അഡൽട്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഏജ് ഉണ്ടല്ലോ, അഡൽട്ട് ആകുന്ന വരെയുള്ള ഒരു കാലഘട്ടം, അത് നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. നമ്മളത് ഫോക്കസ് ചെയ്യണം അല്ലെ?
അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമ്മള് കുട്ടിയായിരിക്കുന്ന സമയത്ത് കുട്ടികളിൽ വരുന്ന മാറ്റങ്ങള് നമുക്ക് ചേഞ്ചസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് അവരെ പ്രോപ്പർ ആയിട്ടുള്ള വേയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് ആർക്ക് പറ്റും? പാരന്റ്സിനും ടീച്ചേഴ്സിനും സാധിക്കും. ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ ലൈഫിൽ സെക്കൻഡ് പ്ലേസ് മാത്രമാണ് ആർക്കുള്ളത്? അഡൽട്ടിനുള്ളത് അല്ലെ? The adult must realize that he must take second place, venture all the aims of mother and teacher. നമ്മള് ടീച്ചർ പറയുന്നത് ഫസ്റ്റ് ഗ്രേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കുട്ടിയുടെ ലൈഫിൽ സെക്കൻഡ് പ്ലേസ് മാത്രമാണ് ആർക്കുള്ളത്? അഡൽട്സിനുള്ളത്. മെയിൻലി പറയുകയാണെങ്കിൽ അമ്മയ്ക്കും ടീച്ചറിനുള്ളത്. If the child personality is not developed, help to develop, നമ്മുടെ കുട്ടിയുടെ പേഴ്സണാലിറ്റി കറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ as the child is weaker, കുട്ടി വീക്കർ ആയിട്ട് മാറും. The adult with his stronger personality must hold himself in check and take him lead from the child. നമ്മൾ ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു അഡൽട്ടിനോട് സംസാരിക്കുന്ന പോലെ. കാരണം എന്താണ്? ആ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആരുടെ ഉണ്ടാവും? അഡൽട്ടിന് ഉണ്ടാവും. Feel proud if he can understand and follow him. അപ്പോ മുതിർന്നവരെ ഫോളോ ചെയ്യുമ്പോൾ അവനെ ഫീൽ ചെയ്യുന്നതാണ് ഞാൻ കറക്റ്റ് ആയിട്ട് എന്തൊരു കാര്യം ചെയ്തു എന്നതായിരിക്കും അത് ഫീൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലിബറേറ്റ് ദ ചൈൽഡ് ഫ്രം ഹിസ് റോൾ ഓഫ് ഡിപ്പെൻഡൻസി ഓൺ അഡൽട്ട്. നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. കുട്ടികളെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്താൻ ശ്രമിക്കണം. ലിബറേറ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീഡം കൊടുക്കുക. കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫ്രീഡോ കാര്യങ്ങളും കൊടുക്കുക. അവർ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് മുന്നോട്ട് നയിക്കുകയാണ് വേണ്ടത്. On adult, if he is to develop into truly free and independent person. നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആയിട്ട് കുട്ടികളെ വളർത്തണം എന്നാണ് മോണ്ടിസോറി പറയുന്നത്. അപ്പൊ എപ്പോഴും നമുക്കറിയാം നമ്മൾ എല്ലാ കാര്യവും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാറുണ്ടാവും അല്ലെ? പാരന്റ്സ് കുട്ടികളുള്ള അമ്മമാർക്ക്. അപ്പൊ ഒരു ഏജ് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ അവരെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളും ചെയ്യിപ്പിക്കണം. ഓക്കെ, അവരെ കൊണ്ട് ചെറിയ ചെറിയ ടാസ്കുകളായിരിക്കും. നമുക്ക് പതിയെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരെ അത് ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്കുകൾ കൊടുക്കുന്നതിലൂടെ അവരെ ഏർലി ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ അവർ മുതിർന്നു കഴിഞ്ഞാലും അവരെന്തായിരിക്കും? വളരെ നമ്മളെ ഡിപെൻഡന്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ ക്ലിയർ ആണല്ലോ ആ ഒരു ടോപ്പിക്? ദെൻ പറയുന്നത് മോണ്ടിസോറി പറയുന്നത് ഹെർ ഒബ്സർവേഷൻസ് ആണ്. മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻസ് ആണ് ആരില്? അഡൽട്സിലും കുട്ടികളിലും. മോണ്ടിസോറി ഒബ്സർവ് ചെയ്ത് മോണ്ടിസോറിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഹെർ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. കേട്ടോ, ഓക്കെ. The adult procreate and while the child creates. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ മേബി ആരെങ്കിലും ചെയ്ത വർക്കൊക്കെ കോപ്പി ചെയ്യാനായിരിക്കും താല്പര്യം കാണിക്കുന്ന ആര്? അഡൽട്സ്. പക്ഷെ കുട്ടി അത് എൻജോയ് ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായോ? ഇല്ല അല്ലെ? ഓക്കെ, നമ്മൾ കുട്ടിക്ക് ടീച്ചറുടെ ആക്ടിവിറ്റി കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ഒരു അസൈൻമെന്റ് ചെയ്യാൻ പറഞ്ഞു, ഒരു കളക്ഷൻ ബുക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റേതായ രീതിയിൽ ആ ഒരു കളക്ഷൻ ബുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, നിങ്ങളോട് ജസ്റ്റ് ഒരു കാര്യം പറയണം. അതിന് വേണ്ട തേർഡ് റെക്കോർഡ്. അത് ഏത് റെക്കോർഡാ? സ്റ്റോറി റെക്കോർഡ് അല്ലേ? ആ റെക്കോർഡ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താ ചെയ്തേ? ക്രിയേറ്റ് ആണോ ചെയ്തേ? കോപ്പി ചെയ്യാണോ ചെയ്തത്? നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്തോ? സ്വന്തമായിട്ടാ മെസ്സേജ് ചെയ്തത്. അതിനകത്ത് ചിലത് മാത്രം നോക്കി എഴുതിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്, നൊമാഡ് സ്റ്റോറി പോലത്തെ ഒക്കെ. അത് മാത്രം നമ്മൾ സെപ്പറേറ്റ് എഴുതി, അല്ലാത്തതെല്ലാം തന്നെ ചെയ്തു. ഓക്കെ, ഗുഡ് ഗുഡ്. അപ്പൊ നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓക്കെ, ചില അഡൾട്ട്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രോക്രിയേറ്റ് ചെയ്യും. എന്നുവെച്ചാൽ മറ്റൊരാൾ ചെയ്തൊരു വർക്ക് കോപ്പി ചെയ്യും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഡിഗ്രിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഗ്രി PG ഒക്കെ ചെയ്യുമ്പോൾ പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു പേപ്പർ നമുക്ക് ചെയ്യാനുണ്ട്. പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. അപ്പൊ സാധാരണ നമ്മളുടെ രീതിക്ക് തന്നെയായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? മേ ബി കോപ്പി ചെയ്യാനായിരിക്കും അഡൽട്സിന് കൂടുതൽ താല്പര്യം. മുതിർന്ന വ്യക്തിക്ക് ഇപ്പൊ മോണ്ടിസോറി മെത്തേഡ് ഫോളോ ചെയ്യുന്നില്ല, അല്ല ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ചിന്തിക്കണം. സാധാരണ ഒരു മുതിർന്ന വ്യക്തിയാണെങ്കിൽ അവന് ഒരു കാര്യം നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്യാനായിരിക്കും താല്പര്യം. മറ്റൊരാൾ ചെയ്തൊരു വർക്ക് കോപ്പി ചെയ്യാനായിട്ട്, അല്ലേ?
അല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ +2 പഠിക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കുക, അവരോട് ഒരു അസൈൻമെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടികളോട് അസൈൻമെന്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും? ആ വേറെ ആരെങ്കിലും ചെയ്ത് നോക്കി അത് കോപ്പി ചെയ്ത് സബ്മിറ്റ് ചെയ്യും, അല്ലേ? ഓക്കെ. ആ ഒരു കുട്ടിയുടെ ചെറുപ്പത്തിൽ നമ്മളത് കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവന് ഇതേപോലെ തന്നെ ടീച്ചർ ഒരു അസൈൻമെന്റ് കൊടുക്കും. മേ ബി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് വേണ്ട, ലീവ്സ് കളക്ട് ചെയ്യാനാണ്, പലതരം ഇലകള് കളക്ട് ചെയ്യാനായിട്ട് അസൈൻമെന്റ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. പക്ഷെ അവൻ അത് എന്ത് ചെയ്യും? ആ ഒരു ചെറുപ്പത്തിലാണെങ്കിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് 4-5 വയസ്സൊക്കെ ഉള്ള സമയത്ത്, 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അവരുടെ ഇലകൾ കളക്ട് ചെയ്ത് അവരുടെ കളക്ഷൻ ബുക്കിൽ അത് പേസ്റ്റ് ചെയ്ത് അത് അവൻ സ്വയം ക്രിയേറ്റ് ചെയ്തായിരിക്കും കാണിച്ചിരിക്കുന്നത്. കോപ്പി ഒന്നും ചെയ്യാൻ പോവില്ല. അപ്പോ നമ്മൾ പറയുന്നത് അഡൽട്സ് എപ്പോഴും പ്രോക്രിയേറ്റ് ചെയ്യുമ്പോൾ കുട്ടികള് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ്സ് എടുക്കാറുണ്ട്, അല്ലെ? കുട്ടികൾ ഭയങ്കര ക്രിയേറ്റീവ് ആണ്. നമ്മൾ പറയുന്നത് കുട്ടികൾ ഭയങ്കര ക്രിയേറ്റീവ് ആണ്, അല്ലെ? ഓക്കെ. ഒരു കുഞ്ഞ്, ഒരു ചൈൽഡ് വിൽ എക്സ്പ്ലോർ ദ എൻവയോൺമെന്റ് ബട്ട് അഡൽട്ട് വിൽ ചേഞ്ച് ദ എൻവയോൺമെന്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കുട്ടികള് അവരുടെ എൻവയോൺമെന്റ് എന്ത് ചെയ്യും? എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ എൻവയോൺമെന്റ് ചുറ്റുപാടൊക്കെ മനസ്സിലാക്കി അവർ എക്സ്പ്ലോർ ആ ചെയ്യുന്നത്. ഈ കുട്ടി ജനിക്കുന്നു, അവൻ കുറച്ചൊരു ഏജ് ആവുമ്പോഴേക്കും അവൻ ആ ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏജ് 1.5 years ഒക്കെ ആകുമ്പോഴേക്കും അവന് ചുറ്റുപാട് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ നമ്മളെ സംബന്ധിച്ചൊന്ന് ആലോചിക്കും, നമ്മൾ അഡൽട്ട് ആണ്, നമ്മളിപ്പോ നമ്മുടെ റൂമിന്റെ അറേഞ്ച്മെന്റ് ആണെന്ന് വിചാരിക്കും. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാനോ, ഒരു റൂമിന്റെ അറേഞ്ച്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ചേഞ്ച് ചെയ്യും, അല്ലെ? നമ്മളുടെ ഫേവറിനായിട്ട് മാറ്റും, ഇല്ലേ? എല്ലാവരും ചെയ്യാറുണ്ടല്ലോ. നമ്മളുടെ എൻവയോൺമെന്റ് നമ്മളുടേതായ രീതിക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ആര്? അഡൽട്ട്. കുട്ടികള് ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് ആപ്റ്റ് ആവും, അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റ് അവരെന്ത് ചെയ്യും? എക്സ്പ്ലോർ ചെയ്യുന്നു. ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് കുട്ടികൾ ഇഴുകി ചേരുമ്പോൾ നമ്മൾ അഡൽട്സ് എന്ത് ചെയ്യും? നമ്മളുടേതായ രീതിക്ക് ആ ഒരു എൻവയോൺമെന്റിനെ ചേഞ്ച് ചെയ്യും. അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ്. Okay. The child uses the environment to perfect himself, while the adult uses himself to perfect the environment. കുട്ടി എന്ന് പറയുമ്പോൾ അവൻ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ആക്കാൻ കുട്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ അഡൽട്സ് എന്ത് ചെയ്യുന്നു? നമ്മളുടെ എൻവയോൺമെന്റ് നമ്മൾക്ക് പെർഫെക്റ്റ് ആകുന്ന രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കുകയാണ്. ഓക്കെ. നമ്മള് അഡൽട്സിന് ഇനി ഡെവലപ്പ് ചെയ്യാറുണ്ടോ? അഡൽട്ട് ഈസ് ലോങ്ങർ ഡെവലപ്പിംഗ്. അഡൽട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് ഡെവലപ്പ് ചെയ്യാനുണ്ട്. മുതിർന്ന വ്യക്തി ഏകദേശം ആ ഡെവലപ്മെന്റ് എത്തിയിട്ടുണ്ട്. He reached the top of the species. നമ്മുടെ ആ ഒരു ടോപ്പിലേക്ക്, ആ ഒരു സ്പീഷീസിന്റെ ടോപ്പിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. But the child interact with the environment and absorb the impression of for her his psychic development. കുട്ടി അങ്ങനെയല്ല, കുട്ടി ഇന്ററാക്ട് ചെയ്യുന്നു, അവരുടെ എൻവയോൺമെന്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്. കുട്ടികൾ അവരുടെ ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ലേൺ ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിലൂടെ അവർക്ക് ആ ഒരു മെന്റൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അക്യൂർ ചെയ്യും. മെന്റൽ ഡെവലപ്മെന്റ്, സൈക്കിക് ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യും. നമ്മുടെ കുട്ടികൾ ഒരു 4 വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ അമ്മമാരുണ്ടാവില്ലേ? 4-5 വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ അമ്മമാര്, 5-6 വയസ്സ് നമ്മൾ നോക്കാം. അവര് നിങ്ങളോട് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടോ? അമ്മ അതെന്തുകൊണ്ട് അങ്ങനെ വന്നത്, അതെന്തുകൊണ്ട് ഇങ്ങനെ വന്നത് ചോദിക്കാറുണ്ടോ? എപ്പോഴും 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് മാം, ചോദിക്കാറുണ്ട്, ഉണ്ട് അല്ലെ? അത് എന്തുകൊണ്ടാണെന്നറിയാവോ? അവര് അവരുടെ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മളോട് ചോദിക്കും, എന്താണ് അമ്മ എപ്പോഴും ഇടിമിന്നൽ വരുന്നത്? നമ്മൾ എന്ത് പറയും? ഇടിമിന്നലിന്റെ കാരണങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്താ മഴ പെയ്യുന്നേ? അപ്പൊ നമ്മൾ മഴ എങ്ങനെയാ പെയ്യുന്നേന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നടക്കും, അല്ലെ നമ്മുടെ പുറകെ. അത് അവരുടെ സൈക്കിക് ഡെവലപ്മെന്റിന്റെ ഒരു റൈറ്റ് ആയിട്ടുള്ള പാത്താണ് അവിടെ എന്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സൈക്കിക് ഡെവലപ്മെന്റ് ആണ് അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ ഒരു മെന്റൽ ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മെന്റൽ ഡെവലപ്മെന്റ് വിൽ ഇംപ്രൂവ്. കുട്ടികൾ ഇങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതിലൂടെ കുട്ടികളിൽ മെന്റൽ ഡെവലപ്മെന്റ് വരും. അപ്പോ നമ്മൾ കുട്ടികൾ ഓരോ കാര്യങ്ങൾ 5 ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾക്ക് അറിയാവുന്നതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അറിയില്ലെങ്കിൽ നമ്മൾ പറയാം, നമ്മൾ നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ.
അമ്മ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം, അമ്മയ്ക്ക് അറിയില്ല കേട്ടാ എന്ന് പറയാം. അതല്ലാതെ അവരെ നിരുത്സാഹപ്പെടുത്താനായിട്ട് പാടില്ല. എപ്പോഴും ഉണ്ട് ഇങ്ങനെ വൈറ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവര് വഴക്കൊന്നും പറയരുത് കേട്ടോ. കാരണം അവരുടെ ഡൗട്ട്സും കാര്യങ്ങളും നമ്മളോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് അവർ ഡെവലപ്പ് ആകുന്നതിന്റെ ഒരു എന്താണ് സൂചനയാണ് നമുക്ക് തരുന്നത്. ഓക്കെ ഓക്കെ. The aim of child work is not an external one, but of an internal one. കുട്ടികളുടെ എയിം വർക്ക് ചെയ്യാനുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണലി കാണുന്ന പോലെയല്ല, അത് ഇന്റേണലി ആണ്. ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രേരണയുടെ ഫലമായിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. കുട്ടികൾ റിപ്പീറ്റ് ചെയ്യും ചില ആക്ടിവിറ്റീസ്, അവർ വീണ്ടും വീണ്ടും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തിങ്ക് ടവർ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? തിങ്ക് ടവർ കുറച്ചാൾക്കാർ ചെയ്തിട്ടുണ്ട് മാം, കുറച്ചാൾക്കാർ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തു. തിങ്ക് ടവർ ചെയ്തിട്ട് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുഞ്ഞുങ്ങള് അത് അവരുടെ വീണ്ടും ഒരു ഇഷ്ടം കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എന്റെ മോൾക്ക് തിങ്ക് ടവർ ചെയ്ത് കൊടുത്തു, ഉടനെ ചെയ്തു കൊടുത്തു. അവളും ഈ ഒരു ഏജ് ആണ്, അപ്പൊ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തിങ്ക് ടവർ ചെയ്യാനായിട്ട്. റിപ്പീറ്റ്ലി അവളത് ചെയ്യുന്നത് കാണും. എത്ര വട്ടം ചെയ്യുമെന്ന് വെച്ചാൽ പറയാം, ഒത്തിരി റിപ്പീറ്റ്ലി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുത്തൊരു മെറ്റീരിയൽ ആയിരുന്നു പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. ചെയ്തു കൊടുത്തില്ല കേട്ടോ, ഞാൻ വാങ്ങിച്ചു കൊടുത്തത് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറഞ്ഞിട്ട് ആൽഫബറ്റ്സിന്റെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. അത് കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ദിസ് ഈസ് ഫോർ സെൽഫ് കൺസ്ട്രക്ഷൻ. കുട്ടികള് സെൽഫ് കൺസ്ട്രക്ഷന്റെ എന്നൊരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു ഇതാണ്, കുട്ടികൾ സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് കുട്ടികൾ വീണ്ടും വീണ്ടും വർക്കുകൾ ചെയ്യുന്നത്. അഡൽട്ട് വർക്ക് ടു ഫിനിഷ് ആൻ ആക്ടിവിറ്റി. നമ്മള് എന്നോട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാനത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നായിരിക്കും എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഞാനത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ ടാസ്ക് നമ്മളൊരു ടാസ്ക് അസൈൻ ചെയ്താൽ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നതാണ്. മുതിർന്നവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് അത്. പക്ഷെ കുട്ടി അങ്ങനെയല്ല. ചൈൽഡ് വർക്ക് ഇൻ ഓർഡർ ടു ഗ്രോ. കുട്ടികൾ അത് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് അത് മനസ്സിലാക്കി ചെയ്ത് അത് വളരാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്താണ് നമ്മുടെ കുട്ടികള് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ നമ്മളോട് പറയുകയാണെങ്കിൽ ക്ലേ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമ്മളത് വേഗം ചെയ്തത് ഫിനിഷ്ഡ് ആക്കും. പക്ഷെ കുട്ടി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഋതമുണ്ട് അല്ലെ, അതിൻ്റെതായ ഒരു ഓർഡറിൽ, അതിൻ്റെതായ ഒരു ഋതത്തിലായിരിക്കും കുട്ടി ആ വർക്ക് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. ത്രൂ വർക്ക് ഹി ഡെവലപ്പ് കോൺസെൻട്രേഷൻ. അങ്ങനെ വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടികള് കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മോട്ടോർ ഡെവലപ്മെന്റ്, കുട്ടികൾക്ക് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്. നമ്മൾ പറഞ്ഞില്ലേ മെറ്റീരിയൽസ്, നിങ്ങൾ മോണ്ടിസോറി മെറ്റീരിയൽസ് കണ്ടപ്പോൾ മനസ്സിലായി കാണും. കുട്ടികളിൽ ഓരോ മെറ്റീരിയൽസും കുട്ടികളുടെ മോട്ടോർ ഡെവലപ്മെന്റിനും കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. വർക്ക് ഹാബിറ്റ്, കുട്ടികൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഈസ് സെൽഫ് കൺസെപ്റ്റ്. കുട്ടിയുടെ സെൽഫ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ എന്താ പറയുന്നത്, ത്രൂ വർക്കിലൂടെ, കുട്ടികളെ വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അല്ലെ. നമ്മള് നോബിൾ സിലിണ്ടേഴ്സ് കണ്ടോ നിങ്ങള്? ആ നോബിൾ സിലിണ്ടർ യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യണം. എല്ലാ നോബിൾ സിലിണ്ടേഴ്സും അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ, ആ ഒരു കറക്റ്റ് ഓർഡറിൽ വെക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്താലേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ചെയ്താലും ചിലപ്പോൾ നമ്മളത് കറക്റ്റ് കോൺസെൻട്രേഷനോട് കൂടി മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ജോമെട്രി സോൾവ് അല്ലോ, ബൈനോമിയൽ ക്യൂബ് കണ്ടോ? അതും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ കുട്ടികള് അത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. പക്ഷെ അഡൽട്ട് എങ്ങനെയാണത്, അത് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യണം എന്നായിരിക്കും നമ്മളുടെ ഒരു എയിം അല്ലെ. ഇനി ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ കുട്ടികള് ഇഷ്ടപ്പെട്ട, അതായത് ഡെവലപ്മെന്റ് ഭാഗമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മള് കുട്ടികൾക്ക് ലാംഗ്വേജ് ഏരിയയിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആണ് അല്ലെ. നിങ്ങൾ ആദ്യം ചെയ്ത സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജ് ഏരിയയിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കുട്ടികളത് ട്രാക്ക് ചെയ്ത് ഇങ്ങനെ ടച്ച് ചെയ്തൊക്കെ മനസ്സിലാക്കും. ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സിനൊപ്പം തന്നെ കുട്ടികൾക്ക് നമ്മൾ ഫോണറ്റിക് സൗണ്ട്സും കൂടി പറഞ്ഞു കൊടുക്കും. എന്താണ് ഫോണറ്റിക്സിന്റെ സൗണ്ട്സും കൂടി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും.
അങ്ങനെ സൗണ്ട്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ ഓരോ അക്ഷരങ്ങളും പഠിക്കും, അതിങ്ങനെ എഴുതണം എന്നുള്ളത് പഠിക്കും, ദെൻ സൗണ്ട്സും പഠിക്കും. ഓക്കെ, ദെൻ കുട്ടികള് അക്ഷരങ്ങൾ എഴുതും. അതിനുശേഷം എന്താണ്, കുട്ടികൾ സൗണ്ട്സ് യൂസ് ചെയ്തത് പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിക്കും. അവർക്ക് സൗണ്ട്സ് അറിയാലോ, അപ്പൊ അവരെഴുതിയ വേർഡുകള് അവരെന്ത് ചെയ്യാൻ തുടങ്ങും, പ്രൊനൗൺസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിലൂടെ അവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവും. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ആണ് ദ ചൈൽഡ് ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോസസ് ഓഫ് വർക്ക്. കുട്ടികള് ആ റിസൾട്ടിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, കുട്ടികൾ ആ വർക്കിനെ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. ആ വർക്ക് ചെയ്യുന്ന രീതി നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ആ ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്താണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മളെപ്പോഴും റിസൾട്ടിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അഡൽട്ട് എപ്പോഴും എങ്ങനെയാണ്, റിസൾട്ടിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരു കുട്ടി 10th പാസ് ഔട്ട് ആയെന്ന് വിചാരിക്കും, നമ്മുടെ റിലേറ്റീവ് ആണ് 10th പാസ് ഔട്ട് ആയെന്ന് വിചാരിക്കും. നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും, മാർക്ക് എത്രയാണ് അല്ലെ? നമ്മൾ ഇൻട്രസ്റ്റ് എത്ര A+ ഉണ്ട് എന്നല്ലേ ചോദിക്കാം, അല്ലേ? അത് നമ്മളുടെ ഫോക്കസ് ആണ്, നമ്മൾ റിസൾട്ടിനെ ഫോക്കസ് ചെയ്യാണ്. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. കുട്ടികൾ എന്താണ്, ആ ഒരു പ്രോസസ്സിനെ ഇഷ്ടപ്പെടുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഈ മോണ്ടിസോറി മെത്തേഡ്, ഈ മോണ്ടിസോറി ട്രെയിനിങ് കോഴ്സസ് നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. നോട്ട് റിസൾട്ട്. നിങ്ങൾ മാർക്കിനെ ഫോക്കസ് ചെയ്യരുത്. എന്റെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയുന്നതാണ്. ഒരിക്കലും മാർക്കിനെ ഫോക്കസ് അല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ഈ എൻജോയ് ചെയ്യണം. കാരണം നിങ്ങൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു ജേണി നിങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ജേണിയാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ അത്രയും എൻജോയ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഒരു ഇതായിട്ട് നിങ്ങൾക്ക് മാറും. ഞാനൊക്കെ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു കോഴ്സ് മാർക്ക് ചിലപ്പോൾ നമുക്ക് കുറവായിരിക്കും കേട്ടോ. നമ്മൾ ചിലപ്പോൾ അത്യാവശ്യം ഒരു പാസ്സായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു കുറച്ചും മേലെ ആയിരിക്കും. പക്ഷെ ഫുള്ളൊന്നും ആയിരിക്കില്ല, ക്ലാസ് ഫസ്റ്റോ അല്ലെങ്കിൽ ടോപ്പറോ ഒന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. പക്ഷെ ഞാൻ ആ ഒരു ചെയ്യുന്ന വർക്ക് ഞാൻ എൻജോയ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. നമ്മൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്യും. ഓക്കെ, ഇഷ്ടപ്പെട്ട് തന്നെ എല്ലാവരും ചെയ്യുന്നത് ആക്ടിവിറ്റീസ് ഒക്കെ. അതെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു, കഷ്ടപ്പെട്ട് ചെയ്യുന്നു തമ്മിൽ കുറച്ച് പാടുണ്ട് കേട്ടോ, കുറച്ച് ടഫാണ്. നമ്മളൊരു വർക്ക് അത് ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതൊരു ബേർഡൻ ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മളത് ഇഷ്ടപ്പെടാതെ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യും. നമ്മളപ്പോ എന്ത് വർക്ക് നിങ്ങൾക്ക് അസൈൻ ചെയ്താലും നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടാം, അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. The child follows a low maximum effort. കുട്ടികള് ലോ മാക്സിമം എഫേർട്ട് ആണ് ഫോളോ ചെയ്യുന്നത്. To grow, he must do it himself and no one can do for it. കുട്ടികൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ അവര് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കില്ല. എല്ലാ കാര്യവും കുട്ടികൾ കൊണ്ട് തന്നെ നമ്മളെങ്ങനെ അവര് സ്വയം ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്ന അവർ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതൊക്കെ ആയിരിക്കും അവർക്ക് ഇഷ്ടം, അല്ലെ? അങ്ങനെ ആവാൻ പാടില്ല. കുട്ടികളെ കൊണ്ട് നമ്മൾ ഓരോ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ അവരെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. എല്ലാ കാര്യങ്ങളും കുട്ടികളെ റിലേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ അവരെ കൊണ്ട് എന്ത് ചെയ്യണം, ചെയ്യിക്കണം. അവരെ കൊണ്ട് എഫക്റ്റീവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ അവര് നല്ല രീതിയിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പൊ കുട്ടി വലുതാവുന്നതിനനുസരിച്ച് കുട്ടികളെ കൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാം. മനസ്സിലാ? ഓക്കെ, അപ്പോ കുട്ടികളെ കൊണ്ട് ഒരു ഗ്രോ ആവുന്നതിനനുസരിച്ച് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും കേട്ടോ. ഇൻഫാക്ട് എവറി അസിസ്റ്റന്റ് ഗിവൺ ടു ചൈൽഡ്, നമ്മൾ ഓരോ കാര്യങ്ങളും കുട്ടിക്ക് ചെയ്തു കൊടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് അവിടെ അറസ്റ്റഡ് ആവും, അല്ലെ? അവർക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെവലപ്പ് ആവാനായിട്ട് പറ്റില്ല. ഓക്കെ,
ക്ലിയർ ആണോ? ഇതേ നമ്മൾ കുട്ടികൾ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? കുട്ടികൾ മെറ്റീരിയൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്വയം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതിന് അതിൻ്റെതായ ഒരു ബന്ധമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് അവര് വർക്കിൽ ഇന്റർഫിയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് ഇഷ്ടാവില്ല. അത് പറയും ഇങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ അവർക്ക് അവരുടേതായ ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വർക്ക് നമുക്ക് നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. The rhythm of the work, child work is different from that of the adult. കുട്ടികളുടെ വർക്കിന്റെ റിതം എന്ന് പറയുന്നത് അഡൽറ്റിനെ പോലെയല്ല. അവര് നല്ല രസമാണ് അവര് വർക്ക് ചെയ്യുന്നത് കാണാനായിട്ട്. കുട്ടികൾ ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ്. അന്ന് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നപ്പോ അതിന് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നോ കൂടെ? ഞങ്ങളുടെ കൂട്ടത്തില് ഫാരിസ എന്നൊക്കെ പറയുന്ന ഇത്തയുടെ കൊച്ചുണ്ടായിരുന്നു. പിന്നെ മാളു, അവര് 2-3 പേരെ പിള്ളേരുണ്ടായിരുന്നു. അവര് ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികൾ ചെയ്യുന്നുണ്ടായിരുന്നോ? കണ്ടു നിങ്ങള്? ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഇല്ലായിരുന്നു. എൻജോയ് ചെയ്ത് ചെയ്യലായിരുന്നു കുഞ്ഞുങ്ങള്? അവര് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മറ്റേ ഡിവിഷൻ ബോർഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കും. നമ്പർ റോഡ്സ് ഒക്കെ വെക്കുമ്പം എത്രയാടാ കൂട്ടി പറയാവുന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഫാരിസ എന്നാ ഇത്തയുടെ പേര്. ഞങ്ങളുടെ കൂടെ അവര് നേരത്തെ പോവുകയും ചെയ്തു. പക്ഷെ അവനെല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. മറ്റേ സിലിണ്ടർ ഒക്കെ ഓർഡറിൽ വെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ അവിടെ ഉണ്ടായിരുന്നപ്പോ. അവരൊക്കെ എൻജോയ് ചെയ്ത് അവര് വർക്ക് ചെയ്യുന്ന കാണാൻ നല്ല രസം. കുട്ടികൾ വർക്ക് ചെയ്യുന്ന കാണാനായിട്ട് നല്ല രസമാണ് അഡൽറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. A child of about 3.5 years who wants to work with 10 cubes of pink tower on a rig would make 10 separate trips all across the room. Just ഒരു എക്സാമ്പിൾ പറയാണ് അവര്. പിങ്ക് ടവർ യൂസ് ചെയ്തിട്ട് ഒരു കുട്ടി വർക്ക് ചെയ്യാണ്. 3.5 വയസ്സുള്ള ഒരു കുട്ടി വർക്ക് ചെയ്യാണ്. അപ്പോൾ അഡൽട്ട് അങ്ങനെ എന്നിട്ട് ഡിഫറെന്റ് ആ 10 പിങ്ക് ക്യൂബ്സും ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസിൽ വെച്ചിട്ട് എന്താ പറയുക സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു റൂമിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു ഫുൾ റൂമൊക്കെ എടുത്തിട്ട് അവരുടേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവരുടേതായ ഐഡിയാസിൽ എന്ത് ചെയ്യും കുട്ടികൾ വർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യില്ല. മുതിർന്നൊരു വ്യക്തി എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ പിങ്ക് ടവർ എങ്ങനെയാണ് മെറ്റീരിയൽസ് ചെയ്ത് നോക്കിയത്? എങ്ങനെ ചെയ്ത് നോക്കിയാ ചെയ്തത്? പാരലായിട്ട് ടീച്ചറൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത പോലെയാണോ ചെയ്തത്? പിങ്ക് ടവർ ആണോ മിസ്? ആ പിങ്ക് ടവർ നമ്മളാ ഓർഡറില് 10 സെന്റിമീറ്റർ താഴെ ഏറ്റവും അടിയിൽ, അതിന്റെ മേളിൽ 9 പിന്നെ 8 അങ്ങനെ ടോപ്പിൽ ഏറ്റവും ചെറുത് വരുന്ന അനുസരിച്ച് ഓർഡറിൽ അങ്ങനെ വെച്ച്. ഇങ്ങനെയായിരിക്കും എല്ലാവരും ചെയ്തിരിക്കുന്നത് അല്ലെ? കാണാൻ പറ്റുന്നുണ്ട് ഇല്ല അല്ലെ? അത് ആദ്യം പിങ്ക് ടവറിന്റെ പിങ്ക് പിന്നെ കളറിന്റെ ചാർട്ടില് 20 സെന്റിമീറ്റർ ഇങ്ങനെ ആദ്യം എടുത്തപ്പോ പിന്നെ അത് ആക്കിയപ്പാണ് പിന്നെ ഇല്ലടാ. പിങ്ക് ടവർ ഓർഡറിൽ എങ്ങനെ വെക്കുന്നതാണെന്നാ ചോദിച്ചത്, ചെയ്യുന്നതല്ല. അതെങ്ങനെ വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചത് കേട്ടോ. പക്ഷെ നമ്മൾ പിങ്ക് ടവർ ഇതേപോലെ ഒക്കെ ചെയ്യാൻ പറ്റും. കാണുന്നുണ്ടോ? പിങ്ക് ടവർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള നമുക്ക് ഈസി ആയിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളിപ്പോഴും എങ്ങനെയാണ് ഓർഡറിൽ ചെയ്യുന്നത്? ആ ഒരു സാധാരണ നേരത്തെ കണ്ട പോലെ തന്നെ മാത്രമായിരിക്കും ചെയ്യുന്നത് അല്ലെ? പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. കുട്ടികൾ ഡിഫറെന്റ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. കോപ്പറേഷൻ പാറ്റേൺസ്, ഡിഫറെന്റ് പാറ്റേൺസ് ഒക്കെ ആയിട്ട് ചെയ്യും. അപ്പോ എന്നോട് ഒരാൾ പറയാണ് പിങ്ക് ടവർ കണ്ടിട്ട് അത് ട്രെയിൻ ആണെന്ന്. പിങ്ക് ടവർ കണ്ടിട്ട് എന്നോട് പറയാം അതൊരു ട്രെയിൻ ആണെന്ന്. ഞാൻ പറഞ്ഞു ട്രെയിനോ? ആണല്ലേ ട്രെയിൻ. അപ്പൊ അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ട്രെയിൻ പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പറയും സ്നേക്ക് ആണ്. പിങ്ക് ടവർ സ്നേക്ക് പോലെ അറേഞ്ച് ചെയ്തിട്ട് സ്നേക്ക് ആന്ന് പറയും. അവരുടേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവരത് എന്ത് ചെയ്യും, ഡെമോൺസ്ട്രേറ്റ് ചെയ്യും അവരുടേതായ രീതിയിൽ. പക്ഷെ നമ്മളൊരിക്കലും അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കില്ല. ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാ പറയുന്നത് കേട്ടോ. അഡൽട്ട് എന്ന് പറയുമ്പോൾ അത്രയും ക്രിയേറ്റീവ് ആയിട്ട് കുട്ടികളെ പോലെ ചിന്തിക്കില്ല. അപ്പോ ഞാൻ ഇവിടെ പറഞ്ഞത് എന്താണ്, ഏകദേശം ഒരു 3.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഒരിക്കലും എങ്ങനെയായിരിക്കും വർക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ എന്തില്ല ചെയ്യില്ല. സാധാരണയായിട്ട് എന്നിട്ട് ട്രെയിൻ പല വെച്ചിട്ട് എന്ത് ചെയ്യും,
ആ കുട്ടി ആ ഒരു എന്താ പറയാ ആ ഒരു മെറ്റീരിയൽസിലൂടെ വർക്ക് ചെയ്യും. എന്നിട്ട് അവന് പറയുകയാണെങ്കിൽ തിങ്ക് അവർ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. ദെൻ അഡൽട്സ് ഒരിക്കലും അതേപോലെ ആക്ട് ചെയ്യില്ല അല്ലെ. ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചിലപ്പോ ആ ഒരു സാധാരണ തിങ്ക് ടൈമർ എങ്ങനെയാ വെക്കുന്നത് അതേപോലെ തന്നെയല്ലേ ഇത്രയും നാൾ വെച്ചിരുന്നത് ആണോ? ഇതേപോലെ ഐഡിയാസ് ആയിട്ട് വെച്ചോ? ഡിഫറെന്റ് ആയിട്ട് വെച്ചിട്ട് നോക്കിയോ? നോർമലി പോലെ മാത്രം. പിന്നെ ഓർഡർ തെറ്റിച്ചൊക്കെ വെച്ച് നോക്കി. ഏറ്റവും ചെറുത് താഴെ വെച്ച് പിന്നെ അതിന്റെ മേളിൽ വെച്ച് അങ്ങനെയൊക്കെ ചുമ്മാ കറക്ഷൻസ് ഒക്കെ നോക്കി. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് മാത്രമേ നോക്കിയുള്ളൂ. ഇങ്ങനെയൊക്കെ വെച്ച് നോക്കാന്നുള്ളത് അന്നേരം നമുക്ക് അത്ര ഐഡിയ ഇല്ലല്ലോ. നമ്മൾ ആ ഡയറക്റ്റ് ആ ഓർഡറിലല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് കുട്ടികൾക്കാണ് നമ്മൾ ആ മെറ്റീരിയൽ കൊടുക്കുന്നതെങ്കിൽ അവർ അവരുടേതായ രീതിയിൽ നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ട കുട്ടിക്ക് കുട്ടികളുടേതായ രീതിയിൽ അത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അവരോട് ഈ മെറ്റീരിയൽ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും പറയരുത്. അത് അവരുടെ ക്രിയേറ്റീവ് ആയിട്ട് അവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? കുട്ടികൾ പെട്ടെന്ന് ഹറിയപ്പ് ഒന്നും ആവില്ല. വേഗം അത് ചെയ്യണം, അത് എന്ത് റിസൾട്ട് ഒന്നും ഫോക്കസ് ചെയ്യില്ല, അത് കംപ്ലീറ്റ് ചെയ്യണം എന്നൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുട്ടികൾ ആ ഒരു വൃത്തത്തിലായിരിക്കും ചെയ്യുന്നത്. പതിയെ നല്ല സ്ലോ ആയിട്ട് അത് എൻജോയ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൈൽഡ് ഈസ് ഏബിൾ ടു പെർഫെക്റ്റ് ഹിംസെൽഫ്. ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് ആ ഒരു കുട്ടി പെർഫെക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുന്നു. ക്ലിയർ ആയോ? ആ ടോപ്പിക് ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. Her observation in adults and children. എല്ലാരും വായിച്ചോ? ഞാൻ ആ 5th പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ പിങ്ക് ടവറിലേക്ക് പോയില്ലേ പെട്ടെന്ന്. കുട്ടികളുടെ വർക്കിന്റെ റിതം നല്ല രസമായിരിക്കും. അതിനായിട്ട് പിങ്ക് ടവറിന്റെ ആ ഒരു ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളും പറഞ്ഞില്ലേ. അതിൽ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു 3.5 വയസ്സ് മുതൽ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും. ആ കുട്ടിനോട് നമ്മൾ പിങ്ക് ടവർ ഉപയോഗിച്ച് അവര് എന്താണ് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കുട്ടി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽ പിക്ക് ചെയ്യണം, അല്ല പിങ്ക് ടവർ എടുക്കണം. ഓരോ ക്യൂബും അവനിരിക്കുന്ന ആ ഒരു മാച്ചിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെക്കും. ഓരോ ക്യൂബും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഓരോന്നായിട്ടായിരിക്കും ആ കുട്ടി പോയി എന്ത് ചെയ്യുന്നത് ആ മാറ്റിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ഇല്ലാലോ. നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും എന്നല്ല ശ്രമിക്കാം. അത് എന്നിട്ട് വർക്ക് ചെയ്യാം, അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കും അല്ലെ. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, ആ പാറ്റേൺസ് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം കുട്ടികൾക്ക് അതിൻ്റെതായ ഒരു ഋതുണ്ട്, കുട്ടികളുടെ വർക്കിന് അതിൻ്റെതായ ഒരു ഋതുണ്ട്. അവരില് എന്താ പറയുക, ഒരു സെൽഫ് അക്കോംപ്ലിഷ്മെന്റ് വരണമെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് അവരുടേതായ ആ ഒരു ഋതത്തിൽ എൻജോയ് ചെയ്ത് ചെയ്യണം. അപ്പൊ കുട്ടികൾ ഒരു കാര്യം ചെയ്യാന്ന് വിചാരിക്കുന്നത്, വീട്ടിൽ നമ്മുടെ കുഞ്ഞു കുട്ടികളായാലും അവരെന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു ഋതത്തോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെന്ത് ചെയ്യേണ്ടത്, നിരുത്സാഹപ്പെടുത്തേണ്ട, അവർക്ക് നമ്മൾ ആ ടൈം കൊടുക്കുക, അവരത് ചെയ്യട്ടെ, അവരത് എൻജോയ് ചെയ്ത് ചെയ്യാനുള്ള ടൈം നമുക്ക് കൊടുക്കാം. ഓക്കെ,
ദെൻ നിങ്ങൾക്ക് മെറ്റീരിയൽസിന്റെ ലിസ്റ്റ് വന്നോ? അത് നേരത്തെ കിട്ടിയതാണല്ലോ. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ഓൾമോസ്റ്റ് എല്ലാരും തന്നെ കുറെയൊക്കെ ചെയ്തെത്തിന്നാ തോന്നുന്നത് ഗ്രൂപ്പിൽ പറയുന്ന വെച്ചിട്ട്. വേറെ പെൻഡിങ് ഒന്നും ഇല്ലല്ലോ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ആണെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിട്ട്. നമുക്ക് വുഡ് കൊണ്ട് ചെയ്യാൻ പറ്റുമോ മിസ് പിങ്ക് ടവർ? ഞാൻ ഡ്രസ് ഫ്രെയിമും പിങ്ക് ടവറും ചെയ്തിട്ടില്ല, ബാക്കി കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആണ്. എന്നാൽ പിങ്ക് ടവർ ചെയ്യാനായിട്ട് വുഡ് യൂസ് ചെയ്യാവോ? അതോ നമ്മൾ ചാർട്ടേഴ്സ് തന്നെ? വുഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ വുഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ അവര് എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ പൈസ നമ്മുടെ ഇത് വാങ്ങിക്കാൻ പാടില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ വുഡ് യൂസ് ചെയ്താണ് പിങ്ക് ടവർ ചെയ്യുന്നത്. എനിക്ക് വന്ന എമൗണ്ട് എന്ന് പറയുന്നത് 600 ആണ്. അപ്പോ പക്ഷെ ഞാൻ ഈ കുട്ടി ഒരു പിങ്ക് ടവർ ഇതേപോലെ ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞപ്പോ നമ്മുടെ ഏത് ബാച്ചായിരുന്ന ഒരു കുട്ടി എനിക്ക് തോന്നുന്നു 11 10 ആയിരുന്നു. എനിക്ക് 10ലേക്ക് ഒരു കുട്ടി ഇതേപോലെ മെറ്റീരിയൽ ഓർഡർ കൊടുത്തു. ആ ഒരു കാർപ്പന്റർക്ക് ചെയ്യാനായിട്ട് കൊടുത്തു. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്തോ 1500 അടുത്ത് വാങ്ങിച്ചു ഈ ഒരു ആള്. അത് ഭയങ്കരമായിട്ട് കൂടുതൽ പൈസ വാങ്ങിച്ചതാണ്. കാരണം അത്രയും പൈസ ഒന്നും വരില്ല, കാരണം അവർക്ക് വേസ്റ്റ് ആയിട്ട് പോകുന്ന ഫുഡാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ ചെയ്യുകയാണെങ്കിൽ, ഫുഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും അതിലധികമോ കടകളിൽ നിന്ന് ഈ ഒരു മരപ്പണിയൊക്കെ ചെയ്യുന്ന വ്യക്തികളൊന്ന് ചോദിച്ചിട്ട് ഏറ്റവും പൈസ കുറവ് എവിടെയാണോ പറയുന്നത് അവിടെ ചെയ്യിച്ചാൽ മതി. ഞാനും ഒരു തവണ ചോദിച്ചായിരുന്നു, ഇവിടെ അടുത്തൊരിടത്ത് ചോദിച്ചപ്പോ അവര് കളറും കൂടെ ഉൾപ്പെടുത്തി കാരണം നമ്മള് കളർ മിക്സ് ചെയ്ത് വേണമല്ലോ ആക്കാന്. അപ്പൊ അതിനും കൂടെ അവരെന്നോട് ഈ 1500 രൂപ തന്നെയാ പറഞ്ഞത്. ചെയ്യേണ്ടടാ, നമ്മള് വുഡ് പിങ്ക് ടവർ ചെയ്ത് തന്നു കഴിഞ്ഞാല് നമുക്ക് തന്നെ കളർ മിക്സ് ചെയ്ത് പെയിന്റ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്തേ. ഞാൻ എനിക്ക് തോന്നുന്നു 5 ബോട്ടിൽസ് വൈറ്റിന്റെ ആ ഒരു പെയിന്റ് ഉണ്ടല്ലോ, ആ പെയിന്റ് ചെറിയ പെയിന്റ് നമ്മള് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വാങ്ങിക്കില്ലേ, പറയുന്ന പേരുണ്ടല്ലോ, അതൊന്നും വിട്ടുപോയി. ആ ഒരു പെയിന്റും പിന്നെ ഒരു പിങ്കിന്റെ ഷെയ്ഡായിരുന്നു ഞാൻ വാങ്ങിച്ചത്. പിങ്ക് അല്ല, പിന്നെ ഫാബ്രിക് ആക്രിലിക്കോ? അതന്നെ ഫാബ്രിക് പെയിന്റ്. എന്നിട്ട് അതില് ഒരു പിങ്ക് അല്ല ഞാൻ വാങ്ങിച്ചത്, ഏത് കളറായിരുന്നു മിക്സ് ചെയ്തത്? നമ്മൾ പറയില്ലേ മജന്ത എന്നൊക്കെ പറയില്ലേ, മജന്ത എന്ന് പറയുന്ന കളറ് 5 ഫാബ്രിക് പെയിന്റ് വൈറ്റിലേക്ക് മജന്ത കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അത് കറക്റ്റ് ആ ഒരു പിങ്ക് കളർ ആവില്ലേ, കറക്റ്റ് പിങ്ക് കളർ ആവുമ്പോൾ നമ്മളത് നിർത്തി. എന്നിട്ട് ഞാൻ പെയിന്റ് ചെയ്യാൻ ചെയ്തത് ഫാബ്രിക് പെയിന്റ് യൂസ് ചെയ്തിട്ട്. എനിക്ക് ഓക്കെ ആയിട്ട് കിട്ടി. ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ്. വൈറ്റിൽ റെഡ് ആഡ് ചെയ്താൽ മതി. വൈറ്റില് 2 ഡ്രോപ്സോ 2 or 3 ഡ്രോപ്സ് റെഡ് മിക്സ് ചെയ്താലും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഈ ഒരു കളർ മിക്സ് വരും. നമ്മൾ വുഡിൽ ചെയ്യുമ്പോൾ, വുഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ വൈറ്റ് ഒരു കോട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും, ഒരു ഫിനിഷിങ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മള് ആ ഒരു പിങ്ക് ക്യൂബുകൾക്ക് പിങ്ക് ടവറിന്റെ ഒരു ക്യൂബിന് ഫുൾ ആയിട്ട് ഒരു വൈറ്റ് കോട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആദ്യം വൈറ്റ് കോട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിങ്ക് ടവർ വുഡിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്തപ്പോ ഞാൻ എന്തിനായ രീതിയിൽ ഞാൻ പറഞ്ഞതാണല്ലോ. അപ്പൊ 600 കിലോ വരുള്ളൂ. അപ്പൊ കൂടുതൽ ഒന്ന് ചോദിച്ചു നോക്കട്ടാ. അത് ഈ മെഷർമെന്റ് ഒന്നും തെറ്റരുത്, അവർക്ക് കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് പറഞ്ഞു കൊടുക്കണം. ആദ്യത്തെ ട്യൂബ് 10 എല്ലാ സൈഡും 10 സെന്റിമീറ്റർ തന്നെ വേണം. രണ്ടാമത്തെ ട്യൂബിൽ 9 ആണ്, എല്ലാ സൈഡും 9 സെന്റിമീറ്റർ തന്നെ വേണം. കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ശരി മിസ്സേ. ബാക്കിയുള്ള മെറ്റീരിയൽസ് നിങ്ങള് ടൈം പോലെ ചെയ്യാ. റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആവാറായോ? കംപ്ലീറ്റഡ് മിസ്സേ, അന്ന് കൊണ്ടുവന്നായിരുന്നു, സൈനൊക്കെ വാങ്ങി പോന്നു. ഞാൻ തരുന്നില്ലല്ലോ, ചോദിച്ചേട്ടാ. ഞാൻ പിങ്ക് ടവർ ചെയ്തത് വുഡൻ പിങ്ക് ടവർ ഞാൻ അശ്വതിയുടെ അടുത്ത് പറഞ്ഞ് ചെയ്യിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ പെയിന്റ് ചെയ്തത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. കാരണം ഞാൻ ശ്രമിച്ചു നോക്കി, ചാർട്ടൽ യൂസ് ചെയ്തു, പക്ഷെ എനിക്ക് ഫിനിഷിങ് അത് ഹാപ്പി ആയില്ല കണ്ടിട്ട്. അപ്പോ ഞാൻ വുഡന്റെ പിങ്ക് ടവർ അങ്ങനെ ചെയ്യിച്ചെടുക്കുകയാണ് ചെയ്തത്. കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഭംഗിയുണ്ട്.
നമുക്ക് ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പ്രസന്റേഷൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് കേട്ടോ. Dr. Maria Montessori formally announced that the child must pose with a predetermined pattern of ആ വേർഡ് ഒന്ന് വായിച്ചു നിങ്ങളെ ബുക്കിലുള്ള വേർഡ് വായിക്കട്ടോ. പ്രീഡിറ്റർമിൻ പാറ്റേൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് ബുക്കിൽ ഏത് വേർഡാ പറഞ്ഞിരിക്കുന്നത് ഒന്ന് പറയോ? പ്രീഡിറ്റർമൈൻഡ് പാറ്റേൺ ഓഫ് സൈക്കിക് PHYSICS ആണോ? എന്നുള്ള പോലെ വായിക്കും. സൈക്കിക്സ് സൈക്കിക് ആണ് ട്ടോ. ആ ഓക്കെ, സൈക്കിക് നാക്കാട്ടെ എല്ലാവരും. അപ്പൊ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഞാൻ 1 മിനിറ്റ് ഇട്ടാ ഞാൻ കറക്റ്റ് ചെയ്യാം. സൈക്കിക് എന്നാണ്. സൈക്കിക്കിന്റെ വേർഡ് ഞാൻ കാണിച്ചു തന്നത്. ഇതായിരുന്നു ഇവിടെ വരുന്നത്. ഓക്കെ, സൈക്കിക് കണ്ടോ നിങ്ങള്? ആ കണ്ടു മിസ്സേ. ആ വേർഡായിരുന്നു അവിടെ വന്നത് കേട്ടാ. അത് അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ സൈക്കിക് അൺഫോൾഡിങ് നാക്കാതെ പിന്നെയും വരുന്നുണ്ട്. ഇവിടെയും സൈക്കിക് നാക്കാട്ടാ. മിസ്റ്റേക്ക് ആണേ, ഒന്ന് കറക്റ്റ് ചെയ്യാവോ? ഇത് രണ്ടോ വേറെ എനിക്ക് കാണുന്നില്ല. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വേറെ പറഞ്ഞുതരാം കേട്ടോ. ചെയ്തോ അത്? അപ്പൊ നമ്മള് മോണ്ടിസോറി പറയുന്നത് കുട്ടികള് ഫസ്റ്റ് കോഴ്സ് പാറ്റേൺ ഓഫ് സൈക്കിക് അൺഫോൾഡിങ്. കുട്ടികൾക്ക് കുട്ടികളുടേതായ ഒരു സൈക്കിക് അൺഫോൾഡിങ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ മെന്റലി അവരെന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കി അത് തിരിച്ചറിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ബർത്തിന്റെ സമയത്ത് നമ്മളുടെ കുട്ടികൾക്ക് ബർത്ത് അത് ഒബ്വിയസ്ലി നോട്ട് ഒബ്വിയസ് അറ്റ് ബർത്ത്. അത് സൈക്കിക് അൺഫോൾഡിങ് അറ്റ് ബർത്ത് കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ഇല്ല. അതുകൊണ്ടാണ് മോണ്ടിസോറി കുട്ടികളെ ഒരു സ്പിരിച്വൽ എംബ്രിയോ ആണ് എന്ന് പറയുന്നത്. എംബ്രിയോ എന്ന് പറയുന്നത് എന്താണ്? ഭ്രൂണാവസ്ഥയാണ് അല്ലെ എംബ്രിയോ, അല്ലെ? ലൈഫ് ചൈൽഡ് ഡെവലപ്മെന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എംബ്രിയോനെ കുറിച്ചിട്ടൊക്കെ. ഒരു ഭ്രൂണാവസ്ഥയിലാണ്. അപ്പൊ കുട്ടികൾ എന്ന് പറയുന്നത് സ്പിരിച്വൽ എംബ്രിയോ ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? കുട്ടികളുടെ മനസ്സ് ഒരു എന്താ പറയാ, ഒരു സ്പിരിച്വൽ എംബ്രിയോ പോലെയാണ്. അത് മനസ്സ് ഭ്രൂണാവസ്ഥയിലാണ്. സ്പിരിച്വൽ, അവരുടെ മൈൻഡ് സ്പിരിച്വൽ എംബ്രിയോ പോലെയാണ് എന്നാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി പറയുന്നത്. മോണ്ടിസോറി വാസ് ഓഫ് ദ വ്യൂ ദാറ്റ് ഫോർ സൈക്കിക് പാറ്റേൺ ടു റിവീൽ ദ ഇറ്റ്സെൽഫ്. നമ്മള് കുട്ടികളുടെ സൈക്കിക് പാറ്റേൺ സ്വയം എന്ത് ചെയ്യണം? റിവീൽ ആക്കണം. അതിന് 2 കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. കുട്ടികൾക്ക് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കൊടുക്കണം. കുട്ടിക്ക് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കൊടുക്കണം. രണ്ടാമത് കുട്ടിക്ക് ഫ്രീഡം ടു ഡിസ്ക്ലോസ് ഹിംസെൽഫ്. കുട്ടിക്ക് ആ ഒരു ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ലൈക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, Maria Montessori was of the view that psychic pattern to reveal itself, 2 conditions must be satisfied. Mainly 2 conditions are satisfied ചെയ്യേണ്ടത്. First, the environment to understand. അവന്റെ ചുറ്റുപാടും അവൻ മനസ്സിലാക്കണം. Or come to the term with the limit of his universe. അവന്റെ യൂണിവേഴ്സിനെ കുറിച്ച് അവൻ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അവിടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നുണ്ട്. ഒരു കുട്ടീനെ സംബന്ധിച്ച് അവന് മെയിൻലി എഫക്ട് ചെയ്യുന്നത് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അവന്റെ ഹോം സിറ്റുവേഷൻ വരും, അല്ലെ? അവന്റെ ഫാമിലി ആൻഡ് ഹോം എൻവയോൺമെന്റ്. ഓക്കെ, സൊസൈറ്റി വരും. അവൻ വളർന്നു വരുന്ന സമൂഹം വരും, അല്ലെ? സൊസൈറ്റി, സോഷ്യൽ എൻവയോൺമെന്റ്. പിന്നെ സ്കൂൾ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടി വരുന്ന ഒരു സ്കൂൾ സറൗണ്ടിങ്സും എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിയുടെ ഡെവലപ്മെന്റിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് മോണ്ടിസോറി പറയുന്നത്.
Then second, he need the freedom to disclose himself. അവൻ ഓരോ കാര്യങ്ങളും ചെയ്യാനും അത് മനസ്സിലാക്കാനും അവന് ഫ്രീഡം നമ്മൾ കൊടുക്കണം. ഓക്കെ, ഫ്രീഡം അല്ലെ, നമ്മുടെ കുട്ടികളെ എല്ലാ കാര്യങ്ങളും എൻവയോൺമെന്റും ആപ്റ്റ് ആണ്, സൊസൈറ്റി ഒക്കെയാണ്, സ്കൂളും കാര്യങ്ങളൊക്കെ ഒക്കെയാണ്. പക്ഷെ അവർ ഫ്രീഡം കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് അവിടെ അറസ്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് ദീസ് ടു കണ്ടീഷൻ ആർ ആബ്സെന്റ്, ഈ രണ്ട് കണ്ടീഷനും കുട്ടികൾക്ക് ഇല്ലെങ്കിൽ the psychic life of the child will not reach its potential. കുട്ടിക്ക് ആ സൈക്കിക് ഡെവലപ്മെന്റ് സംഭവിക്കില്ല. അപ്പൊ സൈക്കിക് ലൈഫ് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ പൊട്ടൻഷ്യലിലേക്ക് എത്താനായിട്ട് പറ്റില്ല. ആൻഡ് ഹിസ് പേഴ്സണാലിറ്റി വിൽ ബി റിട്രെയിൻഡ്. അവരുടെ പേഴ്സണാലിറ്റി എന്താവും, മന്ദഗതിയിലാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ നമ്മളെപ്പോഴും കുട്ടികൾക്ക് രണ്ട് കാര്യങ്ങളാണ് മെയിൻലി പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കൊടുക്കണം. ഒരു കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും അവനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കാനുള്ള റൈറ്റ് എൻവയോൺമെന്റ് ആൻഡ് ഫ്രീഡം ആണ് കുട്ടികളുടെ സൈക്കിക് ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഓക്കെ, ബിലീവിംഗ് ദാറ്റ് ദ ചൈൽഡ് ഹാസ് റിയൽ കൺസ്ട്രക്റ്റീവ് എനർജി ആൻഡ് അൺറെക്കഗ്നൈസ്ഡ് ഇന്റലക്ച്വൽ പവർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, റിയൽ കൺസ്ട്രക്റ്റീവ് എനർജി ആർക്കുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട്. അതേപോലെ അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ പവറും ആർക്കുണ്ട്, കുട്ടികൾക്കുണ്ട്. മോണ്ടിസോറി emphasized the need to use this energy to generate a new world for humanity. മോണ്ടിസോറി പറയുന്നത് ഈ ഇന്റലക്ച്വൽ റിയൽ കൺസ്ട്രക്റ്റീവ് എനർജി അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ പവർ യൂസ് ചെയ്ത് നമ്മളെ കുട്ടികളെ ഒരു ന്യൂ വേൾഡ് ഫോർ ഹ്യൂമാനിറ്റി എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്തെടുക്കണം എന്നാണ് മോണ്ടിസോറി പറയുന്നത്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു എനർജി ഉള്ള, നല്ല പീസും ഹാർമണിയും ഉള്ള, ഐക്യമുള്ള നല്ലൊരു ജനറേഷനെ ബിൽഡ് ചെയ്യണം എന്നാണ് ആര് പറയുന്നത്, മോണ്ടിസോറി പറയുന്നത്. നമ്മൾ ചിൽഡ്രൻസ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചൈൽഡിന്റെ സൈക്കിക് ഡെവലപ്മെന്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് പുറത്ത് ചെയ്യിക്കാം അല്ലെ. എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റും? ചെസ് ഒക്കെ ചെയ്യിക്കുക അല്ലെ. ചെസ് ഒക്കെ ചെയ്യിക്കുന്ന ചൈൽഡ് പേഴ്സണാലിറ്റി ടു വർക്ക്. നമുക്ക് ചെസ്സും കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നതിലൂടെ കുട്ടികൾക്ക് കുറച്ചും കൂടി അവർക്ക് സൈക്കിക് ഡെവലപ്മെന്റ് ഒക്കെ നടക്കും. അപ്പോ നല്ല രീതിയിൽ കുട്ടി വളർന്നു വരുന്നുണ്ടെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് കുട്ടിയുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻവയോൺമെന്റ്, സെക്കൻഡ് വൺ ഈസ് എന്താണ്, അല്ലെ. ക്ലിയർ ആണോ? അപ്പൊ ഹെയർ ഒബ്സർവേഷൻ മുതൽ ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുന്ന പാരഗ്രാഫ് അത് ഇതാണ്, എ ന്യൂ വേൾഡ് ഫോർ ഹ്യൂമാനിറ്റി വരെ ഒന്ന് റീഡ് ചെയ്യോ?
ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ ടോപ്പിക്? ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ആദ്യം മുതൽ ഈ ഒരു ടോപ്പിക് വരെ റീഡ് ചെയ്തിട്ട് വേണം കേട്ടോ വരാൻ. ശരി മിസ്സേ. നെക്സ്റ്റ് വീക്ക് മുതൽ മൺഡേ എന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. മൺഡേ ഞാനായിരിക്കും 11:30 to 12:30. മൺഡേ ഞാനായിരിക്കും എന്റെ ക്ലാസ് എടുക്കുന്നത്. എന്റെ ഫ്രൈഡേയുടെ ക്ലാസ് ജിഷാമിസിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജിഷാമിസ് ആയിരിക്കും ഇവിടെ ഫ്രൈഡേ എടുക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ മിസ്സേ. അപ്പോ താങ്ക് യു ഓൾ. താങ്ക് യു. സൈൻ Thank ഔട്ട്. you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.